ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ ചെയ്യുന്ന CPM സംസ്ഥാന കമ്മിറ്റിയിൽ സർക്കാരിന്റെ ഭരണ ദൗർബല്യങ്ങളും ചർച്ചയായി. മുഖ്യമന്ത്രിയുടെ ശൈലി മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും നവകേരള സദസ്സും ജനസാമാന്യത്തിൽ നിന്ന് പാർട്ടി അകറ്റിയെന്നാണ് വിലയിരുത്തൽ. രണ്ടാം വട്ടവും ഒരു കനൽത്തരി മാത്രം അവശേഷിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തെളിഞ്ഞ പാർട്ടി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ച പാർട്ടിയെ ചെറുതല്ലാത്ത ഞെട്ടലിലാണ് എത്തിച്ചത്. സർക്കാരിലെ മന്ത്രിസഭയടക്കം അടിമുടി മാറണമെന്നാണ് CPI ജില്ലാ എക്സിക്യൂട്ടീവിലെ വിമർശനം. എരഞ്ഞോളിയിലും പാനൂരിലും പൊട്ടിയ സ്റ്റീൽ ബോംബ് പോലെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയും തകരുകയാണോ? നേതൃയോഗത്തിലെ വിലയിരുത്തൽ എത്ര കണ്ട് മാറ്റം വിധിക്കും? മാറേണ്ടത് എങ്ങനെ? CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും CPMന്റെ സംസ്ഥാന സമിതിയും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പലതരം വിമർശനങ്ങളാണ് നമ്മൾ കേട്ടത്. ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന് സംസ്ഥാന സമിതിയിൽ വിലയിരുത്തലുണ്ടായി എന്നാണ് റിപ്പോർട്ട്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് സാധാരണ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി. ജനക്ഷേമ പദ്ധതികൾ പലതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കേന്ദ്രത്തിലെ വീഴ്ച നവകേരള സദസ്സിലൂടെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിലും പരാജയപ്പെട്ടു. പാർട്ടി വോട്ടുകൾ പല ശക്തി കേന്ദ്രങ്ങളിലും ചോർന്നു. ആറ്റിങ്ങലിലും ആലപ്പുഴയിലും തൃശ്ശൂരിലും കണ്ണൂരിലും പാർട്ടി കേന്ദ്രങ്ങൾ ദുർബലമായി. അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്നകന്നു. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് BDJS വഴി NDയിലേക്കുള്ള വോട്ട് ചോർച്ച നവകേരള സദസ്സ് ഗുണം ചെയ്തില്ലെന്ന് മാത്രവുമല്ല, അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനമടക്കമുള്ള നാക്കുപിഴകളും ചർച്ചയായി. ഒപ്പം ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി എന്നുമാണ് പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് കൂടുതൽ വോട്ട് വിഹിതം മുസ്ലിം സമുദായത്തിൽ നിന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ചുരുങ്ങിയ പക്ഷം കുന്നമംഗലത്തും ബേപ്പൂരിലും അടക്കം ന്യൂനപക്ഷ വോട്ടുകൾ CPMന്റെ പട്ടികയിൽ നിന്ന് ചോർന്നുപോയി. ഈഴവ വോട്ടുകളും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അധികം നഷ്ടമായി. തിരുത്തൽ നടപടികൾക്ക് CPM ശ്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി CPMന്റെ മുന്നിലുള്ളത്? തോൽവി വിശദമായി തന്നെ പരിശോധിക്കും. അന്വേഷണം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതേതു തലമെന്നേ അറിയണ്ടൂ. BJPയിലേക്ക് വോട്ട് പോയത് ആഴത്തിൽ പരിശോധിക്കും. പ്രത്യേകിച്ച് ഈഴവത്തീയ സമുദായങ്ങളിൽ നിന്നുള്ള വോട്ട് ഷിഫ്റ്റ് പാർട്ടി ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. പകരം മാർഗരേഖയും തയ്യാറാക്കും പാർട്ടി. താഴെത്തട്ടിൽ കൂടുതൽ പ്രവർത്തനം ശക്തമാക്കും. ഒപ്പം ബഹുജനവർഗ സംഘടനകളെ കൂടുതൽ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് പ്രേരിപ്പിക്കും. ജനക്ഷേമ പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മന്ത്രിമാർക്ക് ഒരുപക്ഷെ നിർദ്ദേശം നൽകിയേക്കും. അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷമായിരിക്കും എടുക്കുക. നമുക്കിപ്പോൾ പദ്ധതികളായി കോൺഗ്രസിൽ നിന്നും ജ്യോതികുമാർ ചമക്കാല, BJPയിൽ നിന്നും KVS ഹരിദാസ്, ഇടതു നിരീക്ഷകനായ പ്രേംകുമാർ എന്നിവർ ചേരുന്നു. ശ്രീ പ്രേംകുമാർ, നമ്മുടെ മുന്നിലുള്ളത് CPIയുടെ വിവിധ ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലുകളിൽ നടന്ന ചർച്ച, റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടർമാരുടെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ മാത്രമാണ്. ഒപ്പം താങ്കൾക്കറിയാവുന്നതുപോലെ ഒരു കേഡർ പാർട്ടിയെ CPMന്റെ സംസ്ഥാന സമിതിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ നടക്കുന്ന വിവരങ്ങൾ അതേപടി പുറത്തേക്കെത്തില്ല. അതും നമുക്ക് ലഭിക്കുന്നത് ചില സോഴ്സുകളിലൂടെ മാത്രമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പ്രകാരം 3 തലത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒന്ന്, ഈ സർക്കാരിൻ്റെ ഭരണ ദൗർബല്യം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. നേതാക്കന്മാരുടെ നാക്കുപിഴയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ സംഘടനാ രീതിയും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ട് ചോർച്ചയടക്കം പാർട്ടി ഗൗരവത്തോടു കൂടി വീക്ഷിക്കുന്നു. ഒപ്പം BJPയുടെ വളർച്ചയും. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? മാറ്റം ഏതു തട്ടിൽ മുതൽ വേണം? CPI പറയുന്നത് പോലെ സർക്കാർ മാറിയാൽ പ്രശ്നം തീരുമോ? പാർട്ടി പരിപാടികളിലോ മീറ്റിങ്ങുകളിലോ പങ്കെടുക്കാത്ത, ചർച്ചകളിൽ മാത്രം പങ്കെടുക്കുന്ന ഒരാളെന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഫാക്ട്സിനെ ബേസ് ചെയ്ത് ഉള്ള ചർച്ചകൾ നടക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നുമാണ്. ഫാക്ട്സിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ടാഗ് ലൈൻ പകരം പറയുന്ന പോലെ ഫാക്ട് മാറ്റേഴ്സ്. CPIഎമ്മിൻ്റെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയെന്നോ പ്രതീക്ഷിച്ച വിജയം കിട്ടാതിരിക്കുന്നതിനോ ശേഷം നടക്കുന്ന ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അതിനുശേഷം സംസ്ഥാന സമിതിയുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാളെ വൈകുന്നേരം വരെ ആ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം ആകുമ്പം ഒന്നുകിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് അതിലെ തീരുമാനങ്ങളിൽ പത്രങ്ങളോടും ജനങ്ങളോടും പൊതുവായിട്ട് പങ്കുവെക്കേണ്ട കാര്യങ്ങൾ ഒരു പത്രസമ്മേളനത്തിലൂടെ റിവീൽ ചെയ്യും. അല്ലെങ്കിൽ സാധാരണ പത്രക്കുറിപ്പാണ് ഉണ്ടാവാറുള്ളത്. പലപ്പോഴും അന്തിമ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കേണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തും, തിരുത്തേണ്ടവ തിരുത്തും.
ഇതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഈ ചർച്ച നടത്തുന്നതും അരുണിൻ്റെ ലീഡും ഈ എഴുതി കാണിക്കുന്നതൊക്കെ സ്പെക്കുലേഷൻസിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അരുണിൻ്റെ കുഴപ്പമോ റിപ്പോർട്ടറിൻ്റെ കുഴപ്പമോ അല്ല. സ്പെക്കുലേഷൻസ് അത് സത്യമോ അസത്യമോ അല്ലല്ലോ. നമുക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. അതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന കാര്യം ചർച്ച നടന്നിട്ടില്ല എന്ന് എനിക്കോ വേറെ ആർക്കോ പറയാൻ പറ്റില്ല. ആണ് എന്ന് നിങ്ങൾക്കും പറയാൻ പറ്റില്ല. അത് ഇറ്റ്സ് നെയ്തർ ട്രൂ നോർ ഫോൾസ്. അപ്പോൾ അതിനിടയിൽ നിന്നിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പൊളിറ്റിക്സിൽ എന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണരംഗത്ത് പല മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല പെർഫോമൻസ് ആളുകളിലും വോട്ടർമാരിലും എത്തിക്കുന്നതിൽ, അഥവാ പെർഫോമൻസ് എന്നുള്ളത് പെർസെപ്ഷനിലേക്കും കൂടെ ആളുകൾ അത് പ്രോപ്പറായിട്ട് പെർസീവ് ചെയ്യുന്ന തലത്തിലേക്ക് ജനങ്ങളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനും ജനങ്ങളും സർക്കാരും തമ്മിൽ, ജനങ്ങളും പാർട്ടിയും തമ്മിൽ, ജനങ്ങളും LDF തമ്മിൽ നല്ല ഒരു റാപ്പോ ഉണ്ടാവുകയും അതുവഴി ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ ഡിഫറൻ്റ് ആയിക്കൊണ്ടുള്ള ആ ഒരു പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു വിശദീകരണമാണ് താങ്കളും നൽകിയിരിക്കുന്നത്. ചെയ്ത നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത്. ദാ വരുന്നു ഇടുക്കി CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പ്രകാരം പാർട്ടി ഒരു ഭാഗത്തും പാർട്ടിയുടെ പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ ദുർബലമായി തീരുന്നൊരു സാഹചര്യം ഉണ്ടായി. ശരി, ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാം. CPIയുടെ ഘടകങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നല്ല ഞാൻ അങ്ങ് പറഞ്ഞത് എന്താണ്? കുറച്ചുകൂടി വ്യക്തമാക്കി. ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നല്ലേ? അത് സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കുറെ കൂടി ഇഫക്റ്റീവായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇടതുപക്ഷ മുന്നണി മുന്നോട്ട് വെക്കുന്നതും നടപ്പിലാക്കുന്നതുമായ സമീപനങ്ങൾ ആളുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും അങ്ങനെ എന്താ പറയാ LDF ഗവൺമെന്റിന്റെ ഭരണം നല്ല രീതിയിൽ തുടരേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ശരി, അങ്ങനെയാണല്ലോ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് CPMലെ പാർട്ടി വൃത്തങ്ങളും നമുക്ക് നൽകുന്ന വിശദീകരണം അതാണ്. പക്ഷെ നോക്കൂ, എന്റെ ചോദ്യമുണ്ട്. ആ ചോദ്യം ഈ റിപ്പോർട്ടോടുകൂടി താങ്കൾക്ക് മനസ്സിലാവും. ഈ ഇടുക്കിയിലെ ഇപ്പോൾ പുറത്തു വന്നിരുന്ന വാർത്തയനുസരിച്ച് ഇടുക്കിയിൽ CPIയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഈ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ പോകണം എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ ഉയർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സഖ്യകക്ഷികളെ പോലും CPIയുടെ ജില്ലാ കൗൺസിലിൽ പോലും ഈ സർക്കാരിൻ്റെ നല്ല പെർഫോമൻസ് എത്തിക്കാൻ പാർട്ടിക്ക് കഴിയാതെ പോയതാണോ, അഥവാ LDFന് മൊത്തം കഴിയാതെ പോയതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ജനങ്ങൾ അവിടെ നിൽക്കട്ടെ. സ്വന്തം സഖ്യകക്ഷിയിൽ പോലും CPIയിൽ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ദുർബലമായോ ഈ രാഷ്ട്രീയ വിനിമയം സർക്കാരിൻ്റെ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം, തുടരുകയും ചെയ്യാം. ഇപ്പോൾ സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സന്ദീപ്, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ CPI ജില്ലാ കൗൺസിലിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ് ഈ ജില്ലാ എക്സിക്യൂട്ടീവിലും ജില്ലാ കൗൺസിലിലും രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കുമെതിരെ ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അല്പം കൂടി ജനകീയരാകണമെന്ന അഭിപ്രായം CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിന്റെ സാമ്പത്തിക നയം തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നുവെന്ന ഒരു വിലയിരുത്തലും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ എടുത്തു പറയുന്നത് ധനവകുപ്പ് തികഞ്ഞ പരാജയമാണെന്ന വിമർശനമാണ് CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ കൂടുതലായും ഉയർന്നിരിക്കുന്നത്. അതിൽ മറ്റ് മേഖലകളിലൊക്കെ CPI വകുപ്പുകളിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ വിമർശനമായും CPI മന്ത്രിമാർക്കെതിരെ CPI ഉന്നയിക്കുമ്പോൾ ഇടുക്കി ജില്ലാ കൗൺസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CPI വകുപ്പുകളുടെ നിറം മങ്ങാൻ കാരണമായിട്ടുള്ളത് ധനവകുപ്പാണ്. സപ്ലൈയുടെ പ്രതിസന്ധിയിലെ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക നയത്തിന്റെ ഭാഗമാണ്. ആ സാമ്പത്തിക നയം കൈകാര്യം ചെയ്യുന്നതിൽ ധനവകുപ്പ് തികഞ്ഞ പരാജയമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു കാര്യം. CPI വകുപ്പുകളുടെ നിറം മങ്ങാനുള്ള പ്രധാനപ്പെട്ട കാര്യമായി അത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ജനകീയ മുഖം നഷ്ടമായിരിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനം ജില്ലാ കൗൺസിലിൽ ഉയരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്ദീപ് രാജാക്കാട്, ജനകീയ മുഖം മന്ത്രിമാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, നിലവിൽ ജനകീയ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രേംകുമാർ, അത് ഏതെങ്കിലും വിധത്തിൽ പ്രതിച്ഛായ നിർമ്മിക്കുന്നതിൽ വന്ന പരാജയമല്ല. സർക്കാരിൻ്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു എന്ന താങ്കളുടെ നിരീക്ഷണത്തിനെതിരെയാണ് CPMന്റെ പല ജില്ലാ എക്സിക്യൂട്ടീവുകളും നിലപാടെടുത്തിരിക്കുന്നത്. സർക്കാർ പെർഫോം ചെയ്തില്ല, ധനവകുപ്പ് പരാജയമായിരുന്നു, CPIയിലെ മന്ത്രിമാർ പരാജയമായിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന സപ്ലൈകോ റാക്ക് നോക്കിയിട്ട് സർക്കാരിൻ്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക കിടക്കുമ്പോൾ സർക്കാരിൻ്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരുണ്യയിലെയും കാസ്പിൻ്റെയും പദ്ധതികൾ പരാജയപ്പെടുമ്പോൾ സർക്കാരിൻ്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രേംകുമാർ, എവിടെയാണ് സർക്കാർ നല്ലത്? ഒരു പെർഫോമൻസ് എന്ന രീതിയിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് എന്താണ്?
അരുൺ, സർക്കാരിന്റെ പെർഫോമൻസ് അസസ് ചെയ്യുന്ന പലവിധ നാഷണൽ സർവേസും ഗവൺമെന്റ് ലെവലിൽ തന്നെയുള്ള പലവിധ ദേശീയ തലത്തിലുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ ഏത് എടുത്തു നോക്കിയാലും നമുക്ക് അതിന്റെ ഓരോന്നിന്റെ എടുക്കുകയാണെങ്കിൽ ചെയ്യാം. കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ എങ്കിലുമാണ്. അതായത് രാഷ്ട്രീയമായിട്ട് ഏതൊക്കെ തരത്തിൽ കേരളത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്ന അപകടമുണ്ട്. പ്രേംകുമാർ, നോക്കൂ, അവിടെ വിലയിരുത്തൽ നടന്നിരിക്കുന്നത് നമ്മളും ഉത്തർപ്രദേശും തമ്മിൽ എങ്ങനെയാണ്, നമ്മളും ബീഹാറും തമ്മിൽ എങ്ങനെയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഉത്തർപ്രദേശുമായിട്ടല്ല മത്സരിക്കുന്നത്. 1-ാം പിണറായി സർക്കാരിന്റെ കീഴിലെ ജനങ്ങളും 2-ാം പിണറായി സർക്കാരിന്റെ കീഴിലെ വോട്ടർമാരും 1-ാം പിണറായി സർക്കാരിനും 2-ാം പിണറായി സർക്കാരിനുമാണ് താരതമ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള UDF സർക്കാരുമായിട്ടാണ് താരതമ്യം ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ വരുന്നത്, അവരുടെ ചികിത്സ മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടാവുന്നത്, ഈ പറയുന്ന വിഷയങ്ങളിലെല്ലാം സർക്കാരിന്റെ പെർഫോമൻസ് മോശമാണെന്ന അവസ്ഥ വരുന്നതിനോടൊപ്പമാണ് ഇത്തരം പ്രയോഗങ്ങൾ കൂടി, രക്ഷാപ്രവർത്തനം പോലെയുള്ള നവകേരള സദസ്സിലെ നാക്കുപിഴകൾ പോലും, അതാണ് പാർട്ടി ഉയർത്തിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വേർഡ് എന്നാണ്. അപ്പോൾ നാക്കുപിഴ പോലും തിരിച്ച് സർക്കാരിനെതിരെ വരും, സ്വാഭാവികമല്ലേ? അരുൺ, ഞാൻ എന്നെ പറയാൻ തീർക്കാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൻ്റെ കാര്യമാണ്. രണ്ടാമത്, നിങ്ങളിവിടെ എന്താ പറയുക ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് CPIയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം നടന്നതിൻ്റെ പുറത്ത് നിന്ന് നിങ്ങളുടെ റിപ്പോർട്ടർക്ക് തോന്നുന്നത് എന്ന് തന്നെ ഞാൻ പറയും. പ്രത്യേകിച്ച് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഒരു പ്രൂഫും ഇല്ലാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഭരണരംഗത്തെ പരാജയമാണെന്ന് CPI പറഞ്ഞല്ലോ എന്ന്. CPI അങ്ങനെ പറഞ്ഞു എന്ന് CPIക്കാരോ ഏതെങ്കിലും റിലയബിൾ സോഴ്സിനെയോ കോട്ട് ചെയ്തുകൊണ്ടല്ല നിങ്ങൾ പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്പെക്കുലേഷൻസ് ആണ്. അതുകൊണ്ട് അതിനോട് വല്ലാതെ തർക്കിക്കാൻ പറ്റില്ല. അരുണിന് അറിയാവുന്ന കാര്യമാണ്. തോമസ് ഐസക് തുറന്നു തന്നെ പറഞ്ഞില്ലേ, CPIയിൽ ഇടുക്കിയിൽ തന്നെയുള്ള ശിവരാമൻ തുറന്നു. അതെ, തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങൾ യെസ് അതെ. അല്ല, തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ തീവ്രമായ കാര്യങ്ങൾ സംസ്ഥാന സമിതിയിലും സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെ തുറന്ന് ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് ഈ സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം വെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നതാണ് പറഞ്ഞത്, ഇന്നതാണ് കൺക്ലൂഡ് ചെയ്തത് എന്നുള്ളത് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് അടിവരയിട്ട് പറയുന്നത് അസ്ഥാനത്തുള്ള കാര്യമാണ്. നിങ്ങളുടെ സ്പെക്കുലേഷൻസ് മാത്രമാണ്. അപ്പോൾ ആ സ്പെക്കുലേഷൻസ് വെച്ചിട്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നത് എനിക്കറിയില്ല. അതായത് ഗവൺമെന്റിന്റെ പെർഫോമൻസ് നന്നാവേണ്ടതുണ്ട്, പെർസെപ്ഷൻ നന്നാവേണ്ടതുണ്ട്. ഈ സർക്കാരിന്റെ ഭരണ ദൗർബല്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ടോ ഇല്ലയോ? അല്ല, രണ്ട് കാര്യങ്ങളും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് കേരളത്തിൽ എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ഒരു പാറ്റേണും കേരളത്തിലേക്കുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ മറ്റൊരു പാറ്റേണുമാണ് ഉണ്ടാവാറുള്ളത്. നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള മോഡി വിരുദ്ധ, BJP വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേവ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ അതേ സംഗതി തന്നെ കേരളത്തിലും ആ അർത്ഥത്തിൽ തന്നെ അലയടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം നാഷണൽ ലെവലിൽ 55-52 നിന്ന് 99-ലേക്ക് 100-നടുത്തേക്ക് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വരുന്നു. ഇന്ത്യ മുന്നണിക്ക് വിചാരിച്ചതിനേക്കാൾ ഒരുവിധപ്പെട്ട എല്ലാ എക്സിറ്റ് പോളുകളെക്കാളും നല്ല റിസൾട്ട് വരുന്നു. ആ ഒരു സ്വീപ്പിംഗ് ട്രെൻഡ് കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഇതിൽ ഏറ്റവും അപകടം പിടിച്ച കാര്യം എന്ന് ഞാൻ കാണുന്നത് കോൺഗ്രസ് വിജയിച്ചു എന്നുള്ളതിനേക്കാൾ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുള്ള കാര്യം BJP എങ്ങനെ കേരളത്തിൽ ഒരു MP സീറ്റ് സംസ്ഥാന സമിതിയിലും CPIയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലും സർക്കാരിന്റെ ഭരണ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിമർശനം ഉയർന്നിരിക്കുന്നു എന്നതാണ് ആദ്യഘട്ടം. നമുക്കത് ചർച്ച ചെയ്യാം. നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചമക്കാലുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, പ്രേംകുമാറിന്റെ നിരീക്ഷണം പിണറായിയുടെ വേർഷൻ തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതേ കാര്യം തന്നെയാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാർ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന് സർക്കാരിന്റെ പെർഫോമൻസ് ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു പാർട്ടി വിലയിരുത്തലുമാണ് പ്രേംകുമാർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമല്ലേ ജ്യോതികുമാർ ചമക്കാല? അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രീ പ്രേംകുമാർ പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ സ്പെക്കുലേഷൻസ് ആകുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, സ്പെക്കുലേഷനെ സംബന്ധിച്ച്. രണ്ട്, വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ചാണ്. വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് പിന്നെ ദേശീയ തലത്തിൽ BJPക്കെതിരായി അഥവാ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വോട്ടിംഗ് കേരളത്തിൽ ഉണ്ടായി എന്നാണ്. ഇത് അങ്ങനെ ഉണ്ടാകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ രീതിയിലായിരുന്നു ഇടതുപക്ഷം ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മത്സരിച്ചത്. അപ്പോൾ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിട്ട് ഇടതില്ലെങ്കിൽ കേരളമില്ല എന്നായിരുന്നെങ്കിൽ പോലും ശരിയാകുമായിരുന്നു.
ഇപ്പോൾ കേരളത്തിൽ പോലും ഇടതില്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. ഒരിക്കലും അഭികാമ്യമല്ല എന്ന ഉത്തമ വിശ്വാസത്തോടെ തന്നെ ഞാൻ പറയട്ടെ. ഇവിടെ എന്താ അടിസ്ഥാനപരമായ പ്രശ്നം? തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിരിക്കുന്നു. 111 സീറ്റിൽ അവർ കൃത്യമായും ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നു. 11 സീറ്റിൽ BJP ലീഡ് ചെയ്തിരിക്കുന്നു. 8 സീറ്റിൽ BJP 2ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. പിന്നെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരിൽ 3 മന്ത്രിമാർക്ക് മാത്രമാണ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും LDF-ന് അനുകൂലമായി ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ചോദിക്കും 2019 അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വ്യത്യാസം ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് മനസ്സിലാവും, തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടിയും പറയും ഞങ്ങൾ പഠിച്ചിട്ട് പറയാം. ഇവിടെ പഠിച്ചിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ പരസ്യമായി പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ആ പ്രതികരണം തുടങ്ങിയത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാർ കൂർലോസ് തിരുമേനിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യ പ്രതികരണം വന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ കേരളത്തിലെ എല്ലാമായ ശ്രീ പിണറായി വിജയൻ നേരിട്ടത് എന്ന് നമുക്കറിയാം. വിവരദോഷി എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അപ്പോൾ നോക്കൂ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായപ്പോൾ അതിനെ വിമർശിക്കാനുള്ള അവകാശത്തെ പോലും അടിച്ചമർത്തി, ഏകാധിപതിയെ പോലെ അടിച്ചമർത്തുന്ന രീതി നമ്മൾ കണ്ടു. കിറ്റ് കൊടുത്താണ് വോട്ട് നേടിയതെന്ന് പറഞ്ഞതിനുമല്ലേ വിവരദോഷി എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്? അപ്പോഴും താങ്കൾ മുഖ്യമന്ത്രി അങ്ങനെ വിവരദോഷി എന്ന് വിളിച്ചതിന് ന്യായീകരിക്കുകയാണോ? ശരിയാണോ? ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ആകാം. CPM-ന്റെ സംസ്ഥാന ഞാൻ അതിലേക്ക് വരാം. നോക്കട്ടെ. അപ്പോൾ എന്താ അടിസ്ഥാന പ്രശ്നം എന്നറിയാമോ? അങ്ങനെ ഈ സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനം വന്നാൽ ആ വിമർശനത്തിനെ മുളയിലേ നുള്ളുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ CPI-യുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ധനമന്ത്രിക്കെതിരായിട്ട് നിരന്തരമായി CPI-യുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകുന്നു. CPI മന്ത്രിമാർക്കെതിരെ പോലും വന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ ആ രീതിയിൽ CPI-യുടെ നേതാക്കന്മാർ പറയുന്നു, MV ഗോവിന്ദൻ പറയുന്നു, തോമസ് ഐസക് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് നേതാക്കന്മാർ, പ്രതിപക്ഷം പറയുന്നത് പോട്ടെ, CPI-യുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന സി ദിവാകരനും അതുപോലെ ഗൈ ഇസ്മയിൽ ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തെ നേതാക്കന്മാർ തുടർച്ചയായി ഇതിനെ സർക്കാരിനെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും എൻ്റെ ചോദ്യം, പഠിക്കും എന്ന് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെക്കുലേഷൻ്റെ പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും വാർത്തയായി പുറത്തു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും അടച്ചിട്ട മുറിയിൽ നടക്കുന്ന, ഏറ്റവും രഹസ്യ സ്വഭാവത്തോടെ നടക്കുന്നത് പോളിറ്റ് ബ്യൂറോ എന്നൊക്കെയാണല്ലോ നമ്മുടെ പഴയ കൺസെപ്റ്റ്. അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ സർക്കാരിനെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് നോക്കൂ. ഇന്നിപ്പോൾ CPI-യുടെ ജില്ലാ സമ്മേളനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ നിയമസഭയെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. കൂടെ ഒരു മന്ത്രി എഴുന്നേറ്റില്ല എന്ന കാര്യം താങ്കൾ മറക്കരുത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ, അല്ലെങ്കിൽ ശ്രീ പ്രേംകുമാറിൻ്റെയൊക്കെ ബോസായിട്ടുള്ള മുഹമ്മദ് റിയാസ് തന്നെ അവിടെ ഈ പ്രൊട്ടക്ഷനുമായി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അതിനപ്പുറത്തേക്ക് ഇവിടെ പാർട്ടി പഠിക്കുമെന്ന് പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ നോക്കൂ, ഇവിടെ അടിസ്ഥാന പ്രശ്നം, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായാൽ പാർട്ടി തിരുത്താൻ പാർട്ടി ഉണ്ടായിരുന്നു. നേരത്തെ CPM-നെ സംബന്ധിച്ച്, ഇടതു മുന്നണിയെ സംബന്ധിച്ച് മുന്നണി നേതൃത്വം തിരുത്തുമായിരുന്നു, സർക്കാരിനെ തിരുത്തുമായിരുന്നു. പാർട്ടി തിരുത്തും, അല്ലെങ്കിൽ മുന്നണി തിരുത്തുമായിരുന്നു. ഇവിടെ ഇപ്പോൾ പാർട്ടിയില്ല, മുന്നണിയില്ല, ഭരണമില്ല. ഇതെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകാധിപതിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഏകാധിപതിയായി മാറുകയാണ്. അപ്പോൾ പാർട്ടി, മുന്നണി, ഭരണം, ഇതിനെല്ലാം നേതൃത്വം ഒരാളിലേക്ക് എത്തുന്നു. അദ്ദേഹമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനത്തിന് അതീതനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞു 2 ദിവസം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ചേർന്നു. സെക്രട്ടേറിയറ്റിലെ മെമ്പർമാർ കുറവാണ്, സ്വാഭാവികമായിട്ട് 2 ദിവസം അവർ ചേർന്നു, നല്ല കാര്യം. 3 ദിവസം സംസ്ഥാന സമിതി ചേരുന്നു, നല്ല കാര്യം. 5 ദിവസം. ഈ 5 ദിവസത്തെയും യോഗം നടന്ന് അതിനകത്ത് ഇത്തരത്തിലുള്ള അസസ്മെൻറ്റുകൾ നടത്തി ഇത് അനലൈസ് ചെയ്തതിന് ശേഷം പുറത്ത് റിസൾട്ടിനെ സംബന്ധിച്ച്, പരാജയത്തെ സംബന്ധിച്ച് പുറത്ത് പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എന്തിനാണ് നിയമസഭയിൽ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല എന്നും, ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല, കോൺഗ്രസ്സുകാരൊന്ന് സൂക്ഷിച്ചോണം, 18 സീറ്റ് കിട്ടിയ കോൺഗ്രസ്സുകാരോട് പറയും നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം, നിങ്ങളുടെ ഭാഗത്താണ് വീഴ്ച, ഞങ്ങളുടെതെല്ലാം ഭദ്രമാണ് എന്ന് നിയമസഭയിൽ പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചർച്ച നടത്താൻ പോകുന്ന 2.8% വോട്ട്, നിങ്ങൾ 2.18% വോട്ട് ചോർന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. 1.8% LDF-ന് ചോർന്നിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് വരാന്നേ. എൻ്റെ കൃത്യമായ ചോദ്യം, അവനവൻ്റെ കാലിലെ മന്ത്രിയെക്കുറിച്ച് വേണ്ടി ആദ്യം ആലോചിക്കാൻ. ഞാൻ ചോദിക്കുന്നത്, സ്വന്തം പാർട്ടിയെക്കുറിച്ചും സ്വന്തം മുന്നണിയെക്കുറിച്ചും ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കെ മുഖ്യമന്ത്രി ജ്യോതികുമാർ ചമക്കാല, CPM
ഈ വിഷയം 16-ാം തീയതി മുതൽ നേതൃസമിതികൾ തന്നെ ചർച്ച ചെയ്ത് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? തൃശ്ശൂരിൽ അവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ അടിയാണ് സ്ഥാനാർത്ഥിയും DCC സെക്രട്ടറിയും തമ്മിൽ. അത് പഠിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ പറയുന്ന 2.18 വോട്ടുകൾ UDF-ന്റെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ ചോർന്നു പോയി എന്ന് പഠിക്കാനല്ല നിങ്ങളുടെ കമ്മീഷൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. പകരം തമ്മിൽ അടികൂടിയ നേതാക്കളുടെ കാര്യത്തെക്കുറിച്ച് പഠിക്കാനാണ് തൃശ്ശൂരിൽ വന്നിരിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി നേതൃതലത്തിൽ വിശദമായി അക്കാദമികമായിട്ടും ആഴത്തിലുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു ജ്യോതികുമാർ ചമക്കാല? ഈ 2.18% വോട്ട് ചോർന്നു പോയത് നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്നില്ലേ? അരുണേ, നോക്കൂ, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പരാജയം ഉണ്ടായിട്ടുള്ള തൃശ്ശൂരിലാണ്, തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആ തൃശ്ശൂരിൽ പരാജയം ഉണ്ടായപ്പോൾ തന്നെ കുറച്ച് ജനാധിപത്യം കൂടിയ പാർട്ടി തന്നെയാണ് ഞങ്ങളത്. ഞങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് ജനാധിപത്യം കൂടുതലാണ് എന്ന് എന്നെക്കാൾ നന്നായി അറിയാവുന്ന ഒരാളാണ്. DCC ഓഫീസിലെ പ്രകടനത്തെയാണോ താങ്കൾ ജനാധിപത്യം എന്ന് വിശേഷിപ്പിച്ചത് ജ്യോതികുമാർ? ഞാനങ്ങോട്ട് പറയട്ടെ. പ്രകടനം തെറ്റാണോ? നേതൃത്വത്തിനെതിരെ പ്രകടനം നടത്തുന്നത് തെറ്റാണോ? അതാണോ നേതൃത്വത്തിനെതിരെയുള്ള പ്രകടനം? കരണക്കുത്തിക്ക് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു ചെയ്ത്. ഞാനങ്ങോട്ട് പറഞ്ഞു വരട്ടെ. അത് താങ്കളുടെ തോന്നലാണ്. അത് താങ്കൾക്ക് അത്തരത്തിലൊരു വിഷ്വൽ ഒന്ന് കാണിക്കാമോ? പിന്നെ തീർച്ചയായിട്ടും ആ വിഷ്വൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ജെയ്സൺ ചാമോളപ്പിലാണ് ആ ദൃശ്യങ്ങൾ തന്നതും എന്റെ മുന്നിലാണ് 2 നേതാക്കളും വന്ന് പറഞ്ഞതും. അടി കിട്ടി, അടി കൊടുത്തു. ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പരസ്യമായ സംവാദവും പരസ്യമായ കയ്യേറ്റവും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് എതിരഭിപ്രായമില്ലേ? പക്ഷേ ഞങ്ങൾ നേരം കൊണ്ട് ഇടപെട്ട് കേൾക്കൂ. ഞാൻ പറയുന്നത് താങ്കൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അവിടെ ആ സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് എനിക്ക് എതിരഭിപ്രായമില്ലെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഉണ്ടായ നിമിഷം തന്നെ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, DCCയുടെ ജില്ലാ പ്രസിഡന്റിനോടും UDF-ന്റെ ജില്ലാ ചെയർമാനോടും രാജി ആവശ്യപ്പെട്ടു. നിമിഷത്തിനുള്ളിൽ അവർ രാജിവെച്ച് മാറി. അവിടെ പകരം ചുമതല കൊടുത്തു. ആ ചുമതല കൊടുത്തപ്പോൾ പിന്നെ CPM-ന്റെ എതിർപ്പെന്തായി? മറ്റു ജില്ലക്കാർക്ക് കൊടുത്തു. ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി DP ജയരാജൻ ചുമതല നേരത്തെ വഹിച്ചിട്ടുണ്ടേ. പക്ഷേ ഇടവേള കൂടി വേണം. ഒരു ചെറിയ മാത്രമല്ല അവിടെ അത്തരത്തിൽ കയ്യാങ്കളിക്ക് മുതിർന്ന നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തി. ഇനി ഞങ്ങൾ എന്ത് നടപടി എടുക്കുന്നു? നാളെ KPCയുടെ നിർവാഹക സമിതി കൂടുന്നുണ്ട്, UDF ചേരുന്നുണ്ട്. ഞങ്ങൾ തുടർന്ന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കും. അതിനുള്ള ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ തീരുമാനിക്കും. നാളെ തൃശ്ശൂരിലെ തല്ലുകൂടലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് 2.18% വോട്ട് ചോർന്നതും നിങ്ങളുടെ കൂടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ വളർച്ചയുണ്ടായതും നിങ്ങൾ അറിയുന്നില്ല. നോക്കൂ, തിരുവനന്തപുരം മണ്ഡലത്തിൽ 3 ഇടങ്ങളിൽ, കഴക്കൂട്ടത്ത്, അതേപോലെ നേമത്ത്, വട്ടിയൂർക്കാവിൽ 3 ഇടങ്ങളിൽ BJPയുടെ ആധിപത്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 3 ഫേസുകൾ അവർക്കുണ്ട്. അവിടെ കുമ്മനം രാജശേഖരനുണ്ട്, രാജീവ് ചന്ദ്രശേഖരനുണ്ട്, V മുരളീധരനുണ്ട്. 3 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. നിങ്ങൾ തൃശ്ശൂരിലെ തല്ലും പിടിയും അന്വേഷണമായിട്ടിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവുകളിലും സർക്കാരിനെ അടക്കം മുൾമുനയിൽ നിർത്തി വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാറ്റങ്ങൾ എവിടം വരെ എങ്ങനെ മാറും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കിപ്പം BJP പ്രതിനിധി ശ്രീ KVS ഹരിദാസ് കൂടിയുണ്ട്. ശ്രീ KVS ഹരിദാസ്, ഞാൻ അല്പം വൈകി അങ്ങയിലേക്ക് എത്താൻ, എങ്കിലും 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, BJPയുടെ വളർച്ച 3.8%. ആ വളർച്ചയെ തീർച്ചയായിട്ടും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അത് തന്നെയാണ് CPM പ്രധാനമായിട്ടും പരിശോധിക്കുന്ന ഒരു വിഷയവും. പക്ഷേ മറിച്ചൊരു വാദമുണ്ട്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. സുരേഷ് ഗോപി ഒരു സിനിമാ താരം എന്ന നിലയിൽ കിട്ടിയിരിക്കുന്ന വോട്ട്, ഒപ്പം തന്നെ അത് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തരംഗത്തിൽ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും വോട്ട് വർദ്ധിച്ചിരിക്കുന്നത്. അതിനുമപ്പുറം 9 ഇടങ്ങളിൽ നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ വരവ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും ഇടതുപക്ഷത്തിനുണ്ട്. കാര്യം അവർക്ക് ആകെ നഷ്ടപ്പെട്ടത് 1.8% വോട്ടാണ്. അത് നേരത്തെയുള്ള നഷ്ടപ്പെടലുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് ചെറിയ കണക്കാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. കണക്കുകൾ കൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുകയാണോ CPM ചെയ്യുന്നത്? അതല്ല, നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളിലേക്ക് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിയാതെ പോയതാണോ ഈ പരാജയത്തിൻ്റെ കാരണം? ശ്രീ KVS ഹരിദാസ്. അല്ല, BJPയുടെ പ്രശ്നത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. അത് നമ്മൾ ഇതിനു മുമ്പ് പലവട്ടം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ CPM ചെന്ന് പെട്ടിട്ടുള്ളത്
അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചെറിയ പ്രശ്നമല്ല, ഇതൊരു ഐഡിയോളജിക്കലായ പ്രതിസന്ധി മാത്രമല്ല, സംഘടനാപരമായ പ്രശ്നങ്ങളുമുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളുമുണ്ട്. ഇത് മൂന്നും കൂടിച്ചേർന്ന വലിയ ഒരു പ്രതിസന്ധിക്കകത്താണ് ഇന്ന് പാർട്ടി ചെന്ന് പെട്ടിട്ടുള്ളത്. ഇത് പുതിയ പ്രശ്നമാണ്, പുതിയ സാഹചര്യമാണ് എന്നുള്ള വിലയിരുത്തലിനൊന്നും വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് കെ രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ മാത്രമാണ്, നമ്മുടെ ആലത്തൂർ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. എന്താ ഇവർ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം? ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവർ ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർ ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയമല്ലേ കൊണ്ട് നടന്നിരുന്നേ? മതന്യൂനപക്ഷങ്ങളുടെ പിന്നാലെ CPM പോവുകയായിരുന്നില്ലേ? ഏതെല്ലാം ഘട്ടങ്ങളിൽ അവരതിന് ശ്രമിച്ചു. അവസാനം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ നിർത്തിയ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ, മുസ്ലിം സാമാന്യ ജനത്തിന് പ്രാധാന്യമുണ്ടെന്ന് കരുതപ്പെടുന്ന 2 മണ്ഡലങ്ങളിൽ അവിടെ ദയനീയമായിട്ട് പരാജയപ്പെട്ടില്ലേ? വലിയ പരാജയം ഏറ്റുവാങ്ങിയില്ലേ? കേരള കോൺഗ്രസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു, മറന്നുകൂടാ. 2019 ശേഷം കേരള കോൺഗ്രസ് കൂടെ വന്നിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും തൃശ്ശൂരും പോലുള്ള മണ്ഡലങ്ങളിൽ ക്രൈസ്തവ മേധാവിത്വമുണ്ട് എന്ന് വിചാരിക്കുന്ന കുറേ മണ്ഡലങ്ങളിൽ, പത്തനംതിട്ട ഉൾപ്പെടെ, ഇവർക്ക് എന്താ സംഭവിച്ചത്? അപ്പം മതന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് CPM-നെതിരായിട്ട് നിലകൊണ്ടു എന്നുള്ള യാഥാർത്ഥ്യം കാണാതെ പോകാൻ പറ്റുമോ? 2019 അവരിത് നേരിട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പുതിയ അനുഭവമല്ല എന്ന്. അതായത് KV സൈനസ് നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇസ്ലാമോഫോബിക്കായ ഒരു ആശയം തുടർച്ചയായിട്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് വഴി കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളെ നിങ്ങൾക്ക് ഈ ന്യൂനപക്ഷത്തെ പിന്തുണയ്ക്കുന്ന CPM-ൽ നടത്തി മാറ്റാൻ കഴിഞ്ഞുവെന്നാണോ KV സൈനദാസ് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ നിലപാടിലേക്ക് ഞാൻ വരാം. ആദ്യം CPM-ന്റെ പ്രശ്നമൊന്ന് അവലോകനം ചെയ്യും. ആദ്യം അതിലുള്ള സഹിഷ്ണുത കാണിക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞത് ഇവർ ഈ മതന്യൂനപക്ഷങ്ങളുടെ പിന്നാലെ പോയില്ലേ പല ഘട്ടങ്ങളിലും? ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ എടുത്തില്ലേ പല ഘട്ടങ്ങളിലും? അതൊക്കെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? BJP വിമർശിക്കാനുള്ള ആവേശം കാണിക്കുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്യം മുഴുവൻ മതന്യൂനപക്ഷങ്ങൾക്ക് പിന്നാലെ പോകാനായിരുന്നു. 10% മുന്നോക്ക സംവരണം ഏർപ്പെടുത്തിയത് പിണറായി സർക്കാരല്ലേ? BJP ഏതെങ്കിലും സംസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് മുൻപ്? ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ അരുണേ. കേരളത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് ഹിന്ദുവിന് അനുകൂലമായ എന്തെല്ലാം നിലപാടുകൾ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിലപാട് ഉൾപ്പെടെ, പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത സമയത്ത് ഉൾപ്പെടെ CPM കേരളത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി ചർച്ച ചെയ്യണോ അതൊക്കെ തന്നെ? അതുപോലെ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, അനവധിയുണ്ട്. പല ബിഷപ്പിനെതിരായിട്ട് അരമനയ്ക്ക് മുമ്പിൽ പ്രകടനം നടത്തിയവരോട് CPM സ്വീകരിച്ച നിലപാട്, പല ബിഷപ്പിനെതിരായിട്ട് കേസെടുത്ത നിലപാട്. നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? നർക്കോട്ടിക് ജിഹാദ് എന്ന് നർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ ജിഹാദ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം പിന്തുണയ്ക്കുക? KV സരിദാസ്, സ്വാഭാവികമായും പ്രതികരണങ്ങളുണ്ടാവും. അതെങ്ങനെ ഹിന്ദുവിനെതിരാവും? അത് ഞാൻ പറഞ്ഞു, കേരളം പൊതുവായിട്ട് പ്രതികരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്ന വിഷയത്തിൽ CPM എടുത്ത നിലപാടിനൊപ്പമായിരുന്നില്ല ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 2019 ആവർത്തനം എന്ന് പറഞ്ഞത്. 2019 സമാനമായ ഒരു ചിത്രം നമ്മൾ കണ്ടു ഈ കേരളത്തിൽ. അന്ന് CPM വിലയിരുത്തിയത് എന്താ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന് വയനാട്ടിൽ വന്ന് മത്സരിച്ചു. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ അവരുടെ ഒപ്പം പോയി. ഇത്തവണ നേരത്തെ ജ്യോതി സൂചിപ്പിച്ചതുപോലെ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വോട്ട് പിടിച്ചത്. അതിനൊപ്പം ആര് വന്നു? ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായില്ലേ? ലോകസഭയിൽ ഇന്ന് ഇവർക്ക് 4 സീറ്റാണ് ഉള്ളത്. കഴിഞ്ഞ അത്രയും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്തെന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു കഴിഞ്ഞ തവണത്തേക്കാൾ എണ്ണം കൂടി. അല്ല, ഞാൻ ഒരെണ്ണം കൂടിയെന്ന് നിങ്ങൾക്ക് അല്ല,
അല്ല, ഒരെണ്ണം കൂട്ടിയെന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം. പക്ഷെ വോട്ടിന്റെ പെർസെൻറ്റേജ് അപ്പോഴും കുറഞ്ഞു. ബംഗാളിലും ത്രിപുരയിലും അടക്കം തകർച്ചയുണ്ടായി, പൂർണ്ണമായ തകർച്ചയുണ്ടായി. ഈ 4 എണ്ണം ജയിച്ചത് എങ്ങനെയാ അരുണേ? മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടി 2 എണ്ണം തമിഴ്നാട് DMKയുടെയും പിന്തുണയോടുകൂടി തമിഴ്നാട്ടിൽ നിന്നാണ് ജയിച്ചത്. പൂർണ്ണമായും യോജിക്കുന്നു. അവിടെ രാഹുൽ ഗാന്ധിയാണ്. ശ്രമിച്ച രാഹുൽ ഗാന്ധി തന്നെയാണ് തുണയായിരിക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല. താങ്കൾ പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമുണ്ട്. ഞാൻ ആ നിരീക്ഷണം ഒന്ന് ചർച്ചയ്ക്ക് എടുക്കുന്നത്. നമുക്ക് അധിക സമയമില്ലാത്തത് കൊണ്ടാണ് ശ്രീ KV സരിദാസ്. അതായത് അമിതമായ ന്യൂനപക്ഷ പ്രീണനം. പറഞ്ഞോളൂ. ഒരു മിനിറ്റ് കൂടി, ഒരു സെക്കൻഡ് കൂടി എനിക്ക് തന്നാൽ മതി. ഒരു സെക്കൻഡ് കൂടി. ഇതൊക്കെ കഴിഞ്ഞാലും CPM നേരായ പാതയിൽ വരുമെന്ന് എനിക്ക് കരുതാൻ പറ്റുന്നില്ല. കേരളത്തിലെ ഈ സർക്കാരിനെ അലട്ടിയ പ്രശ്നങ്ങൾ, ഈ സർക്കാരിൻ്റെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അഴിമതി ഉൾപ്പെടെ, അതിന് പരിഹാരം കാണാൻ അത് തെറ്റായി പോയി എന്ന് പറയാനുള്ള ആർജവം ഈ CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്നത് പുറത്ത് നിൽക്കുന്ന നമുക്കൊക്കെ സംശയം തോന്നാനുള്ള സാഹചര്യമുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതാ. ശരി, അഴിമതി അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഞാനൊന്ന് പ്രേംകുമാറിലേക്ക് പോയി വരാം. ശ്രീ പ്രേംകുമാർ, നോക്കൂ, KV സരിദാസ് ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജ്യോതികുമാർ അതിന് മറുപടി പറയേണ്ടതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അമിതമായ ന്യൂനപക്ഷ പ്രീണനം നടത്തി ഹിന്ദു വിഭാഗങ്ങളിലെ വോട്ടർമാരെ പാർട്ടി അകറ്റി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആഖ്യാനം. ആ ആഖ്യാനം കുറച്ച് ദിവസങ്ങളായി പുറത്ത് പ്രചരിക്കുന്നുണ്ട്. അത് നോക്കൂ, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മൾ നേരത്തെ പറയാറുള്ളത് പോലെ സദ്ദാം ഹുസൈൻ്റെ വധം മുതൽ ഏറ്റവും ഒടുവിൽ CAയുടെ പൗരത്വ നിയമ ഭേദഗതി അടക്കം CPM എടുത്തിരിക്കുന്ന നിലപാടിനെ BJPയും കോൺഗ്രസും ഒരു പരിധിവരെ കാണുന്നത് അമിതമായ ന്യൂനപക്ഷ പ്രീണനമെന്നാണ്. പക്ഷെ അതിന് പിന്നാലെ പോയിട്ട് അവരുടെ വോട്ട് കിട്ടിയില്ല എന്നതാണ് ബേപ്പൂരിൽ നമ്മൾ കാണുന്നത്, കുന്നമംഗലത്ത് നമ്മൾ കാണുന്നത്. അവരുടെ സ്വാധീനമുള്ള മേഖലകളിൽ പോലും CPMന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോയി. അപ്പോൾ ഈ അമിതമായ ന്യൂനപക്ഷ പ്രീണനം CPMന് വിനയായോ പ്രേംകുമാർ? അല്ല, അമിതമായ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, CPIM എന്നുള്ളൊരു പാർട്ടി ഈ ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് ആളുകളിലേക്ക് എത്തിക്കാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ടാണ്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമാണ് വർത്തമാനകാല ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കായിരുന്നാലും ക്രിസ്ത്യാനികൾക്കായിരുന്നാലും എതിരെ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്നാൽ അത് പാലസ്തീൻ വിഷയത്തിലായിരുന്നാലും സദ്ദാം ഹുസൈൻ്റെ വിഷയത്തിലായിരുന്നാലും ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ വോട്ട് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ നിലപാട് മാറ്റുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ നിലപാടല്ല, ആവുകയും ചെയ്യരുത്. പക്ഷേ വോട്ടിന് വേണ്ടിയിട്ടുള്ള പ്രീണനങ്ങൾ എന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുമാണ്. ഇത് രണ്ട് കാര്യം തന്നെയാണ്. BJP എല്ലാ കാലവും പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസ് എന്താ പറയുക ചാൻസിനനുസരിച്ച് പറയുന്ന കാര്യമാണ്. അത്രയാണ് അതിനോട് പറയാനുള്ളത്. പിന്നെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള 2 കാര്യങ്ങളെ പറ്റി ഒന്ന് എൻ്റെ അഭിപ്രായം പറയേണ്ടതെന്ന് തോന്നുന്നു. ഒന്ന്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നുള്ളത് ഇടതുപക്ഷ മുന്നണി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല ക്യാപ്ഷൻ. LDF ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല, CPM ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നല്ല, പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ്. ഈ നിലപാട് പ്രിയപ്പെട്ട ജ്യോതികുമാർ ചാമക്കാല മനസ്സിലാക്കുക, കോൺഗ്രസും കൂടെ ഷെയർ ചെയ്യുന്നതാണ്. കാരണം തീവ്ര വലതുപക്ഷത്തിന്റെ കയ്യിലേക്ക് പോയിട്ട് നിങ്ങളുടെ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെ ഒക്കെ നേതൃത്വത്തിൽ എഴുതിയുണ്ടാക്കിയ ഭരണഘടന പോലും ഇല്ലാതാവുന്ന അവസ്ഥയിൽ ഇന്ത്യയെ മുന്നോട്ട് വെക്കാനുള്ള നിലപാട് ബാക്കി എന്നുള്ളത് രാഷ്ട്രീയ എന്താ പറയാ ഓപ്ഷൻ എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെത് തന്നെയാണ്. VD സതീശൻ വളരെ കൃത്യമായി പലപ്പോഴും എന്താ പറയാ ക്ലെയിം ചെയ്യുന്ന ഞാൻ കേട്ടിട്ട്, ഞങ്ങളാണ് ഇടതുപക്ഷം, CPM ഇടതുപക്ഷമല്ല എന്നുള്ളത്. ഇടതുപക്ഷം എന്നുള്ള ഒരു നിലപാടാണ്. ആ നിലപാടിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു കാലത്ത് മാത്രമേ ഇന്ത്യ എന്നുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഉണ്ടാവൂ എന്നുള്ള വിശാലമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണത്. അതുകൊണ്ട് വോട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല എന്ന് കോൺഗ്രസിന്റെ ഒരാൾ പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം, ഇലക്ഷനിൽ ഉണ്ടായ റിസൾട്ടിന് ശേഷം CPMനെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വരുന്ന വിമർശനങ്ങളോട് അസഹിഷ്ണുതയുണ്ടോ എന്നുള്ളത് നോക്കൂ. നിങ്ങൾ ഈ ഇലക്ഷൻ വരെയും സർക്കാരിന് വേണ്ടി തന്നെ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ നിൽക്കുകയും സംസാരിക്കുകയും എഴുതിയൊക്കെ ചെയ്ത ഇഷ്ടം പോലെ ആളുകൾ ഭരണരംഗത്തെ പിഴവുകളെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതുകയും ഇന്റർവ്യൂ കൊടുക്കുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ ഒരു പരാമർശത്തിനെതിരെ മാത്രമാണ് മുഖ്യമന്ത്രി തീവ്രമായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്.
അത് ഗീവർഗീസ് കൂറിലോസ് തിരുമേനിയുടേതാണ്. അതിനകത്തെ 2 പരാമർശങ്ങൾ അത് കേരള ജനതയ്ക്കെതിരെയുള്ള പരാമർശങ്ങളാണ്. കാരണം ഇനിയൊരു പ്രളയമോ മഹാമാരിയോ വരില്ല എന്ന് പറയുന്നത്, കിറ്റ് കിട്ടിയിട്ട് വോട്ട് ചെയ്തതാണെന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനമല്ല, CPM-നെതിരെയുള്ള വിമർശനമല്ല, കേരളത്തിലെ ജനങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ്. ശ്രീ പിണറായി വിജയന്റെ സ്വഭാവവും പ്രതികരണ രീതിയും നമുക്കറിയാം. കേരളത്തെ മൊത്തം അദ്ദേഹം ഈ വിവരദോഷി എന്നുള്ള ആഖ്യാനത്തിൽ താങ്കൾ പിന്തുണ കൊടുക്കുന്നുണ്ടോ? പറയട്ടെ, തീർക്കട്ടെ. അതായത് കേരളം BJP ഭൂരിപക്ഷം കിട്ടിയാൽ ഉത്തർപ്രദേശ് പോലെ ആക്കുമെന്ന് പറഞ്ഞ ആ ദിവസം തന്നെ സ്പോട്ടിൽ മോഡിക്ക് മറുപടി പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ആ പോസ്റ്റിൽ കൂറിലോസ് തിരുമേനി അവസാനം പറഞ്ഞ 2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറിനോ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കോ അദ്ദേഹം ഇതുവരെ കാണിക്കുന്ന വിവരം എന്ന് പറഞ്ഞ സാധനത്തോ ചേർന്നതല്ല. ആ 2 സ്റ്റേറ്റ്മെന്റ്സ് വിവരദോഷമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അങ്ങനെ പറയണമായിരുന്നുവോ, മൈൽഡായി പറയണമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ആ പരാമർശങ്ങൾ 2ഉം വളരെ അപക്വമായിരുന്നു, വളരെ ആപൽക്കരമായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇഷ്ടം പോലെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കേൾക്കുകയും അതും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുകയുമാണ് ചെയ്യുന്നത് ഈ പാർട്ടിയും സർക്കാരും. ഏതെങ്കിലും ഒരു അതിനെതിരെ മുഖ്യമന്ത്രി കണ്ടടയ്ക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതേ ദിവസമാണ് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്റോറിയൽ വളരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. അതിനോട് മുഖ്യമന്ത്രി കണ്ണടയ്ക്കുകയും ഗീവർഗീസ് കൂറിലോസ് തിരുമേനി പറഞ്ഞിരിക്കുന്ന ഈ 2 വാദങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് വിവരദോഷി എന്ന് പറയുകയും ചെയ്യുമ്പോൾ തെറ്റായൊരു സന്ദേശമല്ലേ കൊടുക്കുന്നത് പ്രേംകുമാർ? അത് വ്യാഖ്യാനിച്ച് ജനങ്ങളെ ബോധിപ്പിക്കാൻ ചെല്ലുമ്പോഴേക്കും കൈവിട്ടുപോയില്ലേ കാര്യങ്ങൾ? അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നത് കൈവിട്ട് പോയില്ലേ, ഈ തരത്തിൽ വാർത്തകൾ എക്സ്പ്ലോഡ് ചെയ്യുന്നുള്ളത് വേറെ കാര്യമാണ്. സുപ്രഭാതം പത്രത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചു നിങ്ങൾ പറയുന്നു. അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. കൂറിലോസ് തിരുമേനി മുഖ്യമന്ത്രിക്കെതിരെ അല്ല ഈ 2 കാര്യങ്ങൾ പറഞ്ഞത്. കേരളത്തിലെ വോട്ടർമാരുടെ കോമൺ സെൻസിനെതിരെയാണ്, കേരള ജനതയ്ക്കെതിരെയാണ്. ഒരാളും പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളായിരുന്നു ആ 2 സാധനങ്ങൾ. അതിനോട് വളരെ തീവ്രമായി പ്രതികരിക്കുക എന്നുള്ളത് അത് ഇലക്ഷനിൽ പരാജയമുണ്ടാവും മാത്രമല്ല, മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ എപ്പോഴും ചെയ്യുന്നതാണ്. അത് മൈൽഡാക്കി പറയണമായിരുന്നോ, ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയണമായിരുന്നോ എന്നുള്ളത് വേറെ കാര്യം. ജ്യോതികുമാർ ചമക്കാല, ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞതിനോടുള്ള മറുപടി, ഒപ്പം KV സരിത സൂചിപ്പിച്ചൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ. അമിതമായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനം വഴി ഹിന്ദു വോട്ടുകൾ CPM നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് തീയ, ഈഴവ വോട്ടുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്ന വിള്ളൽ ക്രൈസ്തവ പക്ഷത്തെ അവരിൽ നിന്ന് അകറ്റിയത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് CPM നിലപാടെടുത്തതാണ്. അതാണ് നേരത്തെ പ്രേംകുമാർ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അത് കേവലം വോട്ടിന് വേണ്ടിയുള്ള ഒരു പ്രീണനമല്ല, ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായി എടുത്ത രാഷ്ട്രീയ നിലപാടാണ്. യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണോ നമ്മൾ? നോക്കൂ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ പ്രേംകുമാർ തന്നെയാണ് ഇതിനൊരു ന്യായീകരണം പറയുന്നത്. ഏതായാലും അത് പാർട്ടി വിലയിരുത്തട്ടെ. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ. അവർക്ക് വളരെ സിമ്പിളായി മലയാളത്തിൽ പറഞ്ഞാൽ കക്ഷരത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്നാണ് ഇപ്പോൾ LDFൻ്റെ അവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇവിടെ നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വിഷയമായി ഇവർ 2 പേരും ഉപയോഗിച്ചവരാണ്. BJP ഒരു ഭാഗത്ത്, മറുഭാഗത്ത് LDF ഉപയോഗിച്ചാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, വിശ്വാസികളുടെ വഴിക്ക് വിടൂ, അതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല, വിശ്വാസികൾ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ 2 ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിനകത്ത് വാശി കാണിച്ചത് BJPയും അതുപോലെ തന്നെ LDFുമാണ്. സ്വാഭാവികമായി 2 പേരെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കി അതിൽ നിന്നും രാഷ്ട്രീയമായ ലാഭം കൊയ്യുക ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറാകുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഉയർന്നു വരുന്ന തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യുമ്പോൾ CAA പൊളിറ്റിക്കലായി ഞങ്ങൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളും ഞങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും. അതിനപ്പുറത്തേക്ക് 2 വോട്ടിന് വേണ്ടി ഇതിനെ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. അക്കാര്യത്തിൽ ഇപ്രാവശ്യവും LDFും അതുപോലെ തന്നെ NDAയും പുറകിലായിരുന്നില്ല എന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. കാരണം 2 പേരും 2 വഴിക്ക് നിന്നുകൊണ്ട് ഇത്തരത്തിൽ വർഗീയമായി ചേരിതുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് നമുക്ക് യാഥാർത്ഥ്യബോധത്തോടെ കാണേണ്ടതുണ്ട്. ഇവിടെ താങ്കൾ തുടക്കത്തിൽ എൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ താങ്കൾ പറഞ്ഞു നാളെ കൂടുന്ന മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് തൃശ്ശൂരിലെ ഒരിക്കലുമല്ല. താങ്കൾ അങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ട് എനിക്കത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. നാളെ KPCCയുടെ എക്സിക്യൂട്ടീവ് ചേരുന്നത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് അവലോകനം നടത്താൻ തന്നെയാണ്.
അതുപോലെ തന്നെ UDF ചേരുന്നതും അതിനുവേണ്ടി തന്നെയാണ്. അല്ലാതെ തൃശ്ശൂരിലെ വിഷയത്തിന് വേണ്ടിയല്ല നാളെ KPC ചേരുന്നത്. അത് ഞാൻ താങ്കളിലൂടെ പിന്നെ താങ്കളുടെ ആ കമൻറ്റിൻ്റെ മറുപടിയായി പിന്നെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ LDFൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ പരമ്പരാഗത വോട്ടുകൾ ചോർന്നു പോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചോർച്ചയുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് തൃശ്ശൂരിലാണ്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും, പഠിക്കും, തിരുത്തലുകൾ വരുത്തും, മുന്നോട്ട് വരിക തന്നെ ചെയ്യും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറെ കാലങ്ങളായി BJP ചോദിച്ചോട്ടെ, ഈ മുഖ്യമന്ത്രി സർക്കാരിന്റെ പെർഫോമൻസിനെ കുറിച്ച് ഈ പ്രേംകുമാർ അടക്കമുള്ളവർ പറയുന്നതിൽ എന്താണ് വാസ്തവമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങൾ പറയുന്നു അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരുന്നു, പക്ഷേ പലരും ഒടുവിൽ നോട്ടീസ് അയച്ച് തള്ളിക്കളയുന്ന അവസ്ഥയുണ്ടാവുന്നു. ഈ സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. മറുഭാഗത്തിന് നിങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഈ പെൻഷൻ നിങ്ങൾ ഏത് സാമ്പത്തിക സ്രോതസ്സിലൂടെ കൊടുക്കുമായിരുന്നു? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ജനങ്ങൾ സാമ്പത്തികാവസ്ഥയിലെ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിന്റെ മണ്ടക്കിട്ടു എന്നതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങളായിരുന്നെങ്കിൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുമായിരുന്നോ? ഞങ്ങളായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാക്കില്ലായിരുന്നേ. ഞങ്ങളാകുന്നെങ്കിൽ ഈ അവസ്ഥയിലേക്ക് എത്തില്ലായിരുന്നു. ഇതൊക്കെ തുടക്കത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചല്ലേ പ്രവീണ, അരുൺകുമാറെ? നമുക്കറിയാമല്ലോ ഇത് അങ്ങനെയാണോ അരുൺകുമാർ എന്നെ ന്യായീകരിക്കേണ്ടത്? ഒരു ധനകാര്യ മാനേജ്മെന്റ് ഇങ്ങനെയാണോ? ധനകാര്യ മാനേജ്മെന്റ് ഇങ്ങനെ അല്ല എന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് CPIയുടെ മന്ത്രി സമ്മേളനങ്ങളിലെല്ലാം ധനമന്ത്രിക്ക് പ്രത്യേകമായിട്ടുള്ള ധനമന്ത്രിക്കെതിരായിട്ടുള്ള വിമർശനം വരുന്നത്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ നേരത്തെ പെൻഷൻ കൊടുത്തിരുന്നില്ലേ? ഇപ്പോഴും കൊടുക്കുന്നുണ്ടല്ലോ, ശരിയാണ്. പക്ഷെ പെൻഷൻ കൊടുത്തുകൊണ്ടാണോ സാമ്പത്തികമായി ഇത്രയും ബാധ്യത ഉണ്ടായിട്ടുള്ളത്? നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ പോകുമ്പോൾ 1957 കേരളം 900 കോടി കണ്ടെത്തണം. ചെറിയ താങ്കൾ ഈ ചർച്ചയുടെ ഗൗരവം കളയരുതേ. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളം രൂപീകൃതമായതിനു ശേഷം 1957 ശേഷം 2016 മെയ് മാസം 25-ാം തീയതി UDF സർക്കാർ അധികാരത്തിൽ പോകുന്നത് വരെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതുകടം എന്ന് പറയുന്നത് 1.25 ലക്ഷം കോടി രൂപയായിരുന്നു. ഇന്നിപ്പോൾ അത് 4.5 ലക്ഷം കോടി രൂപയിലെത്തി നിൽക്കുന്നു. അത് ഈ പെൻഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ ഇത്രയും മോശം ധനകാര്യ മാനേജ്മെൻറ്റ് ഇത് തോമസ് ഐസക്കിൻ്റെ കാലത്ത് ഇത്രയും ഗതിയിലുണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് മാനേജ് ചെയ്യാൻ അറിയാവുന്നവരെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കണം. ഇതിനെ അപ്പോൾ ധനകാര്യ മാനേജ്മെന്റ് അങ്ങേറ്റം മോശമായ ഏത് സർക്കാരായാലും ആ സർക്കാരിനെ പിന്നെ അല്ല കമ്പാരിറ്റീവ്ലി അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെ ഇതിനെ വിമർശിക്കല്ലേ, അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ തരസ് വിമർശിച്ച രംഗത്ത് വരികയല്ലേ. അപ്പോൾ കമ്പാരിറ്റീവ്ലി പിന്നെ താങ്കൾക്ക് സംശയമുണ്ടോ ബാലഗോപാലിനേക്കാൾ ബെറ്റർ ആയിരുന്നു തോമസ് ഐസക് എന്നുള്ള കാര്യത്തിൽ? താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞെന്താണ്? 2016 മുതൽ 2023 വരെയുള്ള സർക്കാരല്ല, 2021 ശേഷം മുതലുള്ള സർക്കാർ എന്നാണ്. നോക്കൂ, അങ്ങനെ നോക്കിയാൽ തന്നെ ഈ സർക്കാരിൻ്റെ ധനകാര്യമായ ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലെ പിന്നെ എന്താ പറയുന്നത് കയ്യൊതുക്കമാണ്. ഇവിടെ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ സംസ്ഥാനത്ത് ശമ്പളം മുടങ്ങിയത്? ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ പിന്നെ KSRTC ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയത്? അപ്പോൾ ഇതിനൊക്കെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ സർക്കാരിന് മൊത്തത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ കൂടി പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിഫലനമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു തുടർച്ചയാവാൻ സാധ്യതയുണ്ട് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇതേ പ്രതീക്ഷയായിരുന്നു 2019 നിങ്ങൾക്ക്. പക്ഷേ 20 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ അമ്പയെ പരാജയപ്പെട്ടു. ജ്യോതി, അതിന് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഇതിന് ഏറ്റവും ഉത്തരം പറഞ്ഞിരിക്കുന്നത് CPIയുടെ ജില്ലാ സമ്മേളനങ്ങളാണ്. സർക്കാരിൻ്റെ ഭരണപരാജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യ കാരണമെന്ന് CPIയുടെ മുഴുവൻ സമ്മേളനങ്ങളും വിലയിരുത്തുന്നു. പറയാതെ പറയുന്നു CPIയുടെ ഘടകകക്ഷി തന്നെ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അതിനകത്തൊരു രാഷ്ട്രീയ സാധ്യത ഞാനും കാണുന്നു. KVS ഹരിദാസ്, ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് ഇനിയുള്ള 2.5 വർഷക്കാലം ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും ഒക്കെ കൂടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ ഈ പാർട്ടി നടപ്പിൽ വരുത്തിയാൽ അധികമൊന്നും മാറ്റം വരുത്തേണ്ടതില്ല എന്നൊക്കെ തന്നെ പാർട്ടി പറയുമ്പോൾ പോലും അത് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ ഈ ബഹുജനവർഗ സംഘടനകളുടെ പാർട്ടി ശ്രമിച്ചാൽ, ഈ പെൻഷനുകൾ കൃത്യസമയത്ത് കൊടുത്തു തീർത്താൽ, ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറച്ചാൽ ഇതേ ജനം തിരിച്ചു വോട്ട് ചെയ്യില്ലേ? ശ്രീ KVS ഹരിദാസ്. എല്ലാവരുടെ ഇപ്പോഴും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം കുറച്ച് കാണുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. CPM പലവട്ടം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ലേ?
നമ്മുടെ പാലക്കാട് കൽക്കട്ട പ്ലീനങ്ങളുടെ രേഖകൾ നമ്മുടെയൊക്കെ മുന്നിലില്ലേ? എന്തെല്ലാം വിലയിരുത്തലുകൾ അവർ നടത്തിയിട്ടുണ്ട് മുമ്പ്. അഴിമതിക്കെതിരെ പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ട ശൈലിയെക്കുറിച്ച്, സംഘടന ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, താഴെ തട്ടിൽ പ്രവർത്തകരും നേതാക്കന്മാരും മിങ്കിൾ ചെയ്യേണ്ടതിനെക്കുറിച്ച്. കൽക്കട്ട പ്ലീനത്തിൻ്റെ രേഖ ഒന്ന് പരിശോധിച്ച് നോക്കൂ, അവരുടെ അവസാനത്തെ റെക്കോർഡ് എന്താണെന്നുള്ളത്. പാലക്കാട് നിന്ന് നമ്മൾ എന്തെല്ലാം കേട്ടു. അതാണോ കേരളത്തിൽ CPM ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്? തട്ടിപ്പിൻ്റെ കേളി രംഗമായിട്ട് CPM മാറിയില്ലേ? സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ, നേതാക്കന്മാരുടെ ബെനാമി ഇടപാടുകൾ, റിസോർട്ടുകൾ, എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു. ഇവിടെ മാറ്റമുണ്ടാകേണ്ടത് തലപ്പത്തല്ലേ? തലപ്പത്ത് മാറ്റമുണ്ടാകാതെ, ഗണ്യമായ മാറ്റമുണ്ടാകാതെ താഴെ തട്ടിൽ വന്ന് അണികളോട് സംസാരിക്കാനുള്ള ധാർമ്മികത ഇവർക്കുണ്ടാകുമോ? അത് ഉണ്ടാകുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത്. താഴെ തട്ടിൽ അണികളെ പ്രവർത്തന രംഗത്ത് ഇറക്കാൻ പലപ്പോഴും CPM-ന് കഴിഞ്ഞില്ല എന്നതല്ല യാഥാർത്ഥ്യം. കൂടെ നിന്നവരല്ലേ ഒലിച്ചു പോയത്. അവർ ഒലിച്ചു പോയത് പലതും BJP-യിലേക്കാണ്. BJP-യിലേക്ക് വന്നവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതാണ് BJP-യുടെ ആത്മവിശ്വാസം. അതാണ് CPM-ന്റെ ആശങ്കയും. നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചർച്ചയിൽ ചേർന്നതിന്, പ്രേംകുമാർ ചർച്ചയിലൊപ്പം ചേർന്നതിന്.